ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് 5 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. 1 കപ്പ് പരിപ്പിന് 3 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം 2 വിസിലാണ് വന്നിട്ടുള്ളത്. ആ സമയത്ത് തന്നെ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് പാനിയാക്കി എടുക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ ചെറുപയർ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഏകദേശം ശർക്കരപ്പാനിയിൽ പരിപ്പ് ഒരു 5 മിനിറ്റ് നേരം വേവണം. ഇപ്പോൾ കുറച്ചുകൂടി ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഞാൻ ഇതിലേക്ക് മാഗിയുടെ കോക്കനട്ട് പൗഡറാണ് കലക്കി ഒഴിക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ തേങ്ങയുടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ആദ്യം 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കോക്കനട്ട് പൗഡർ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ പിരിഞ്ഞു പോവില്ല. അതിന് നമുക്കിതിലേക്ക് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂണോളം ഏലക്ക പൗഡർ പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അവസാനം ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണം സ്പെഷ്യലായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.